VU2 EVQ ഡിസൈൻ ചെയ്ത ലീനിയർ ആംപ്ലിഫയർ ഉണ്ട്. 100 വാട്ട് ഔട്ട്പുട്ട്. പ്രധാനമായിട്ട് 40 മീറ്റർ ബാൻഡിലാണ് ഒരു 13.8 വോൾട്ട്സ് സപ്ലൈ കൊടുത്താൽ 100 വാട്ട് ഔട്ട്പുട്ട് കിട്ടുന്നത്. 20 മീറ്ററിൽ പോവുകയാണെങ്കിൽ ഔട്ട്പുട്ട് കുറയും. ലോവർ ബാൻഡ് 80 മീറ്റർ ആണെങ്കിലും ചിലപ്പോൾ നല്ല ഔട്ട്പുട്ട് കിട്ടും. അതെന്താ വെച്ചാൽ ഇത് സ്വിച്ചിങ് ട്രാൻസിസ്റ്ററാണ്. ഹയർ ഫ്രീക്വൻസിയിൽ പോകുമ്പോൾ അതിൻ്റെ ഗെയിൻ കുറയും. സ്പോട്ട് ലൈറ്റ് അടിച്ചാൽ മാത്രമേ പേര് ശരിക്കും വീഡിയോയിൽ ക്ലിയർ ആവുള്ളൂ. ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. IRFP 150N അതാണ് ഈ ട്രാൻസിസ്റ്റർ. രണ്ടെണ്ണം ഞാൻ ഒന്ന് തിരിച്ച് ഒന്ന് മറിച്ചുമാണ് വെച്ചിരിക്കുന്നത്. രണ്ടെണ്ണമാണ് ഒരു പുഷ് പുൾ ആംപ്ലിഫയർ ആയിട്ടാണ് VU2 EVQ ലീനിയർ ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്നത്. ഇതാണ് VU2 EVQ ലീനിയർ ആംപ്ലിഫയറിൻ്റെ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. അപ്പോൾ അതിൽ ഇത് രണ്ടും ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ട് ഇവിടേക്ക് കണക്ട് ചെയ്യണം. ഇങ്ങനെയല്ല, ഇതിൻ്റെ ലീഡൊക്കെ ഷോർട്ടൺ ചെയ്ത് കറക്റ്റായിട്ട് ആ സ്പോട്ടിലേക്ക് കണക്ട് ചെയ്യണം. അതായത് ഇപ്പോൾ എടുത്ത് മാറ്റി കാണിച്ചു തരാം. അത് മാറ്റിയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് ഇവിടെ ഒരു സ്ലോട്ടാണ്. ഇവിടെ PCB ഇല്ല, കട്ട് ചെയ്തിരിക്കുകയാണ്. അടിയിലത്തെ പേപ്പറാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇത് ആ പേപ്പറിൽ ഞാനൊരു വരച്ച അവിടെ കാണാം. അത് പേപ്പറാണ്, അടിയിലത്തെ പേപ്പറാണ്. അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കട്ട് ചെയ്തിട്ട് ഇവിടെയാണ് ലീഡ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ അടിയിലാണ്, അതായത് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിൻ്റെ അടിയിലാണ് ഹീറ്റ് സിങ്ക് മൗണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ ഒരു ഹീറ്റ് സിങ്ക് എടുക്കുകയാണെങ്കിൽ ഹീറ്റ് സിങ്ക് ഇതിൻ്റെ അടിയിലായിരിക്കും. അപ്പോൾ ഹീറ്റ് സിങ്ക് അടിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ഈ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിൽ ഇത് വയ്ക്കുമ്പോൾ ഇതിവിടെ അങ്ങനെ വെച്ച് കണക്ട് ചെയ്തിട്ട് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഫിക്സ് ചെയ്യുമ്പോൾ ഇൻസുലേഷന് വേണ്ടി അതിൻ്റെ ഇടയിലൊരു മൈക്ക ഷീറ്റ് ഇടും. ഇതാണ് മൈക്ക ഷീറ്റ്. അപ്പോൾ അത് ഈ ദ്വാരത്തിന് കണക്കാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിന് മുകളിൽ ഡ്രിൽ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പം ഞാൻ ഡ്രിൽ ചെയ്തിട്ടില്ല. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ആ ഹീറ്റ് സിങ്കിൽ നിന്ന് അതിന് ഇൻസുലേഷൻ വരും. പിന്നെ അവിടെ ഹീറ്റ് സിങ്ക് പേസ്റ്റ് ഉപയോഗിക്കാം. അതായത് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഹീറ്റ് സിങ്ക് പേസ്റ്റാണിത്, ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട്. IRFP 150N മോസ്ഫെറ്റ് വാങ്ങുമ്പോൾ രണ്ടും ഒരേ ടൈപ്പ് ഓഫ് പാക്കേജിലുള്ള വാങ്ങണം എന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് TO247 പാക്കേജാണ്. അതിൻ്റെ പിൻ ഔട്ട് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, സർക്യൂട്ട് സിമ്പലും. അപ്പോൾ പിൻ 1 ഗേറ്റ്, പിൻ 2 ഡ്രെയിന്, പിൻ 3 സോഴ്സ്. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത്. ഈ ലീനിയർ ആംപ്ലിഫയറിൽ IRFP 150N യൂസ് ചെയ്യുന്നത് ഒരു RF പവർ ആംപ്ലിഫയർ ആയിട്ടാണ്. പക്ഷെ അതിൻ്റെ പ്രധാന മറ്റുപയോഗങ്ങൾ മോട്ടോർ ഡ്രൈവ്സിൽ, UPS സിസ്റ്റംസിൽ, ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് പവർ സപ്ലൈ, സ്വിച്ച് മോഡ് പവർ സപ്ലൈ ഉണ്ടല്ലോ, അതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതിന് ലോ ഓൺ റെസിസ്റ്റൻസും ഹൈ കറണ്ട് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റിയും ഉണ്ട്. IRFP 150Nൻ്റെ ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസ് ആണ്, അതായത് മാക്സിമം ലിമിറ്റ് എന്നർത്ഥം. ഡ്രെയിൻ ടു സോഴ്സ് വോൾട്ടേജ് 100 വോൾട്ട്സ്, പിന്നെ കണ്ടിന്യൂസ് ഡ്രെയിൻ കറണ്ട് 42 ആംപിയർ അറ്റ് 25 ഡിഗ്രീസ്. സ്റ്റാറ്റിക് ഡ്രെയിൻ ടു സോഴ്സ് ഓൺ റെസിസ്റ്റൻസ് 0.036 ഓംസ് മാക്സിമം. പിന്നെ ടോട്ടൽ ഗേറ്റ് ചാർജ് 110 നാനോ കുളംസ്. ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ റേഞ്ച് -55 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടു +175 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. പാക്കേജ് പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, TO247. ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്പെസിഫിക്കേഷൻസിൽ, അതായത് 42 ആംപിയർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് അത്യാവശ്യം ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂട് ഹാൻഡിൽ ചെയ്യാനുള്ള വലിയ ഹീറ്റ് സിങ്ക് വേണം, തെർമൽ പേസ്റ്റ് വേണം ഹൈ പവർ ഡിസൈൻസിൽ. അതാണ് ഇത് രണ്ടും ഈ VU2 EVQ ലീനിയർ ആംപ്ലിഫയറിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ റേഡിയോ ഫ്രീക്വൻസി പവർ ആംപ്ലിഫയർ ആയിട്ടാണ് IRFP 150N യൂസ് ചെയ്യുന്നത്. പക്ഷേ ഹൈ ഫിഡിലിറ്റി ഓഡിയോ പവർ ആംപ്ലിഫയറിലും ഇത് ഔട്ട്പുട്ട് സ്റ്റേജിൽ ഉപയോഗിക്കാവുന്നതാണ്.